എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് മിന്ത്രയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഹസ്ബൻഡിന് വാങ്ങിയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. നമുക്ക് പ്രൊഡക്ട്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം വരുന്നത് ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ് കേട്ടോ. ഇതാണ് സംഭവം. ഇത് നല്ല ഭംഗിയുള്ള ഒരു ചാർക്കോൾ ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. ഹാഫ് സ്ലീവാണ് വരുന്നത്. നെക്ക് റൗണ്ട് നെക്കാണ് കേട്ടോ. ഇത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു എംബ്ലോം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ചാർക്കോൾ ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു സെൽഫ് ഡിസൈനും പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ, ഒരു ഡോട്ട് പോലത്തെ ഒരു ഡിസൈൻ പോകുന്ന ഒരു മെറ്റീരിയലാണ് ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ സെൽഫ് ഡിസൈൻ വരുന്നുണ്ട്. റെഗുലർ ലെങ്ത് ആണ് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ്, ഷോർട്ട് റെഗുലർ സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 663 ആണ് കേട്ടോ. 4.1 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 72 പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. അധികം ആൾക്കാരൊന്നും വാങ്ങിയിട്ടില്ല, പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്, എന്നാൽ ഭയങ്കര തിക്കുമല്ല ഭയങ്കര തിന്നും അല്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ്. അടുത്ത ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ജോഗേഴ്സാണ്. ഇത് ചെറിയ ആവാതെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. കാരണം ഇതൊരു ക്രീം ഷെയ്ഡാണ്. അപ്പോൾ പെട്ടെന്ന് അഴുക്കാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വച്ചു. ഇതാണ് നമ്മുടെ ജോഗർ ട്രൗസർ വരുന്നത്. ഞാൻ ടീഷർട്ട് എടുത്തത് മീഡിയം ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ജോഗേഴ്സ് എടുത്തത് 32 ആണ്. ഇതിൻ്റെ വേസ്റ്റിൽ ഇലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു വള്ളിയും സംഗതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോക്കറ്റ്സും വരുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഓരോ പോക്കറ്റ്സ് വീതം വരുന്നുണ്ട് കേട്ടോ. ഓരോ പോക്കറ്റ്സ് വീതം സൈഡ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ്സിലും ഈ രണ്ട് സൈഡ്സിലും പോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ടോട്ടലായിട്ട് 6 പോക്കറ്റ്സാണ് ഈ ഒരു ജോഗേഴ്സിന് വരുന്നത്. പിന്നെ ബോട്ടം ഭാഗത്ത് ചെറുതായിട്ട് പ്ലാസ്റ്റിക്കും വരുന്നുണ്ട്. ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ ഷെയ്ഡ്സും നല്ലതാണ്. നല്ല ഭംഗിയുള്ള ബ്രൗൺ, അതുപോലെ തന്നെ മിലിറ്ററി ഗ്രീൻ, പിന്നെ ഒരു തരം മോവ് ഷെയ്ഡ്, അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ക്രീം ഷെയ്ഡാണ് എടുത്തത്. ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ഷെയ്ഡ്സൊക്കെ പർച്ചേസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു ക്രീം ഷെയ്ഡാണ് എടുത്തത്. ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് 1099 ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 919 രൂപയാണ്. ഇപ്പോൾ മിന്ത്രയിൽ സെയിൽ നടക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റേറ്റ് നന്നായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇത് 4 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 5.9K ആൾക്കാരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് റസ്ലാഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. RESLAG. റസ്ലാഗ് മെൻ മിഡ് റൈസ് കോട്ടൺ ജോഗർ ട്രൗസേഴ്സ്, അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് വരുന്നത്. ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ്. അതുപോലെ തന്നെ റെഗുലർ ഫിറ്റ് ആണ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ബട്ടൺ ക്ലോസ്റ്റർ ആണ് കൊടുത്തിട്ടുണ്ട്. മിഡ് റൈസ് ആണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഡ് വരുന്നത് ക്രീം ഷെയ്ഡാണ് കേട്ടോ. പിന്നെന്താണ്, 6 പോക്കറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ സാധാരണ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ക്യാപ്പാണ് കേട്ടോ. ഇത് പ്യൂമയുടെ ക്യാപ്പാണ്. ഒരു വൈറ്റ് ഷെയ്ഡിലുള്ളതാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ തന്നെ ബ്ലൂവും അതുപോലെ തന്നെ ബ്ലാക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് വൈറ്റ് എടുത്തത് മാത്രമേ ഉള്ളൂ. പ്യൂമയുടെ സിമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതിന് 279 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ. 4.3 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 32,000 ആൾക്കാരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് പോളിസ്റ്റർ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വാറണ്ടി 3 മന്ത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത് സർക്കംഫറൻസ് 8 ഇഞ്ചസ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അടിപൊളി ക്യാപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ പോയിട്ടയിൽ കിട്ടിയ കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഇത് വെക്കാൻ പറ്റിയിട്ടില്ല. അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനൊരു സംഗതി വരുന്നുണ്ട് കേട്ടോ. അത് മിന്ത്രക്കാർ ചെയ്യുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. ചില പ്രൊഡക്ട്സിനുള്ളൂ, ചിലതിനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതി റിമൂവ് ആക്കാതെ നമ്മൾ റിട്ടേണിന് കൊടുത്താലാണ് അവരത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഈ സാധനം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതായത് മിന്ത്രക്കാർക്ക് നമ്മൾ യൂസ്ഡ് പ്രൊഡക്ട്സ് ഒന്നും കൊടുക്കില്ല. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവർ ഈ ഒരു ടാഗ് വെച്ചത് കേട്ടോ. സാധാരണ ഈ ഒരു റേറ്റ് ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതല്ലാതെ ഇങ്ങനൊരു പ്ലാസ്റ്റിക്കിൻ്റെ സംഗതി പൊതുവെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ഷർട്ടിനും കണ്ടു, പിന്നെ ഈ ഒരു ക്യാപ്പിനാണ് കണ്ടിട്ടുള്ളത്. ഇത് റിമൂവ് ആക്കി കഴിഞ്ഞാൽ അവരത് റിട്ടേൺ എടുക്കില്ല, കാരണം യൂസ്ഡ് പ്രൊഡക്ട്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതാണ് അടുത്തൊരു പർച്ചേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റിയാണ്, പക്ഷേ ഭയങ്കര തിക്കായിട്ടുള്ള സംഗതിയല്ല ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇത് നല്ല നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഇനി അടുത്ത് വാങ്ങിയിട്ടുള്ളത്, എനിക്ക് ഇതാണ് മിന്ത്രയിൽ നിന്ന് വാങ്ങിയത്. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. രണ്ടും ഉടുപ്പുകളാണ് വാങ്ങിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇട്ടിട്ട് ഇഷ്ടമായില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സംഭവത്തിൻ്റെ ക്വാളിറ്റി എല്ലാം നല്ലതാണ്, പക്ഷെ ഞാനിട്ടിട്ട് എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് വരുന്നത് ഈ ഒരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഇത് കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. നല്ലൊരു എന്താ പറയുക, ഒരു പാർട്ടി വെയർ ആയിട്ടോ ഒരു സിൻഡ്രല്ല ലുക്കൊക്കെ കിട്ടുന്ന നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പാണ് ഇത് കേട്ടോ. നല്ലൊരു ക്രീം ഷെയ്ഡിലാണ് വരുന്നത്, വീനക്കാണ് വരുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെയുള്ള എന്തോ ഒരു നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഒരു നെറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. പിന്നെ യോക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു ലേസിൻ്റെ സംഭവം പോകുന്നുണ്ട്. ഹാഫ് സ്ലീവാണ് വരുന്നത്, പിന്നെ പഫ് സ്ലീവ്സ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ ടൈ ചെയ്യാനുള്ള സംഭവം വേസ്റ്റിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ടിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെനിക്ക് ഭയങ്കര ലൂസാണ്, പക്ഷെ അത് കുഴപ്പമില്ല, നമുക്കത് ഓൾട്ടർ ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷെ എൻ്റെ നെക്ക് ഭയങ്കര കയറിയിട്ട് നിൽക്കണേ കേട്ടോ. ഇവിടെ വന്നിട്ടാണ് എൻ്റെ നെക്ക് നിൽക്കുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അത്രയ്ക്ക് കയറിയിട്ട് നിൽക്കണേ. മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു വേസ്റ്റിൻ്റെ ഇവിടുത്തെ ഈ പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അത് കറക്റ്റ് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെയല്ല വരുന്നത്. ഞാൻ ഇട്ടിട്ട് എൻ്റെ വേസ്റ്റിൻ്റെ അവിടെയല്ല വരുന്നത്, വേസ്റ്റിന് താഴെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വണ്ണുള്ളൊരു ബോഡി ടൈപ്പ് ആയതുകൊണ്ട് ആ ഭാഗത്ത് ഞെറി വരുമ്പോൾ ഭയങ്കര അപാകതയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഇട്ടിട്ടൊരു നമുക്ക് ചില ഡ്രസ്സുകൾ ചിലപ്പോൾ മെറ്റീരിയലും അല്ലെങ്കിൽ എല്ലാം പൊട്ടയായിരിക്കും, പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നല്ലതാണ്, പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ആ ഒരു പ്രശ്നമാണ് ഈ ഒരു ഡ്രസ്സിനുള്ളൂ കേട്ടോ. ഇത് ചെറുതായിട്ട് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്തെടുത്തേനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഭാഗമുണ്ടല്ലോ, ഈ പ്ലീറ്റ്സിൻ്റെ സംഭവം കുറച്ചങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കും. നെക്കിൻ്റെ ഇറക്കം ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ഈ സംഭവം ഒന്ന് കയറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. പക്ഷെ അങ്ങനെ കയറ്റാണെങ്കിൽ ഈ സംഗതിയുടെ ഫുൾ ലെങ്ത്ത് കുറയും. ഇതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും മുട്ടിന് മീരെയാണ് നിൽക്കുക. ഇതിനിപ്പോൾ തന്നെ ഏകദേശം ഒരു മുട്ടിൻ്റെ അത്ര ലെങ്ത്താണുള്ളൂ. അപ്പോൾ ഇനിയും വല്ലാണ്ട് ഇത്തിരി കയറ്റി കഴിഞ്ഞാൽ നല്ലോണം മുട്ടിന് മീതെ പോകും. പിന്നെ നമ്മൾ ഇത്രയും അധികം രൂപ കൊടുത്ത് വാങ്ങിയിട്ട് ഇത്രയും അധികം ഓൾട്രേഷൻസ് ചെയ്ത് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് റിട്ടേൺ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേസ്റ്റിൽ വരുന്ന സംഗതി ഇതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ് ഒരു സുഖമില്ലാത്തൊരു കോട്ടനാണ് കേട്ടോ. കണ്ടോ, ഇതെന്താ അലക്കി കഴിഞ്ഞാൽ ചുരുങ്ങും, ഒരു ജാതി കോട്ടനാണ് കേട്ടോ. എനിക്ക് ഇതിനെന്താ പറയാമെന്ന് അറിഞ്ഞൂടാ. അത്രയ്ക്ക് നല്ല ഇതിൻ്റെ മെയിൻ മെറ്റീരിയലിന് അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കോട്ടൺ അല്ല ഇതിൻ്റെ ലൈനിങ് വരുന്നത്. ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ്. ഇതെന്തായാലും ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബ്രാൻഡ് വരുന്നത് തൽസത്വ അങ്ങനെ എന്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പ്രൊനൗൺസിയേഷൻ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 4.2 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 337 ആൾക്കാരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത്. ഇപ്പോഴത്തെ റേറ്റ് 976 രൂപയാണ് കേട്ടോ. വീനക്കാണ്, അതുപോലെ തന്നെ ഷോർട്ട് റെഗുലർ സ്ലീവ്സ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ലേസ് ഡീറ്റെയിൽസ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. മിഡി ലെങ്ത് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്ലയർ ഭയങ്കര കുറവാണ് കേട്ടോ, ഒട്ടും തന്നെ വിരിവില്ല. അതായത് ഇപ്പോൾ ഇത്തിരി വണ്ണമുള്ളവരൊക്കെയാണ് ഇത് എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു രസമില്ലാത്ത വിരിവാണ് കേട്ടോ. ഇതിൻ്റെ ഇത്തിരി കൂടി വിരിവുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നേ. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വരുന്നത്, ഒട്ടും തന്നെ വിരിവില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു പോരായ്മകളാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് ഞാൻ ഇട്ടിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും, ഞാൻ ഇട്ടിട്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഈ ഒരു സംഭവം കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതിൻ്റെ ഫിറ്റിങ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യം. ഇത് എനിക്ക് കൊടുക്കാനായിട്ട് തീരെ മനസ്സില്ല, പക്ഷേ ഇത് ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എന്തായാലും റിട്ടേൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഡ്രസ്സ് തന്നെയാണ്. അത് ഞാൻ ഓൾറെഡി റിട്ടേൺ ചെയ്തു കേട്ടോ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഓട്ട ഞാൻ എന്തായാലും വീഡിയോ സൈഡിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങനൊരു ആദ്യമായിട്ടാണ് പറ്റണത്. ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ പൊട്ട സംഗതികളൊന്നും കിട്ടിയില്ല കേട്ടോ. ഇത് ഞാൻ ക്യാമ്പസ് സൂത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഉടുപ്പായിരുന്നു കേട്ടോ. അതൊരു യെല്ലോ ക്രീം കോമ്പിനേഷനിലൊക്കെയാണ് വരുന്നത്. സംഭവത്തിൻ്റെ മെറ്റീരിയലൊക്കെ നല്ലതാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇട്ടിട്ടും വലിയ കുഴപ്പമില്ല. അതിൻ്റെ സ്ലീവ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞാൻ ഇട്ടിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
ആ ഒരു സംഭവത്തിന് ചെറിയൊരു ഓട്ടമുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ സൈഡിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ സംഭവം, എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, കാരണം ഈ ഒരു ക്യാമ്പസൂത്ര ബ്രാൻഡിൻ്റെ ഞാൻ വാങ്ങിയത് കുറച്ച് റേറ്റിംഗ് കുറവുള്ളതായിരുന്നു കേട്ടോ. റേറ്റിംഗ് കൂടിയതുകൊണ്ട് റേറ്റിംഗ് കുറഞ്ഞതും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് എന്തോ റേറ്റ് കുറവ് ഈ സംഭവത്തിനായതുകൊണ്ട് ഞാൻ റേറ്റ് കുറവ് നോക്കി വാങ്ങി. ഞാൻ വാങ്ങിയപ്പോൾ എന്തോ 500 അങ്ങാണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സാധനത്തിന് 700 റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വില കുറവിൻ്റെ നോക്കിയാണ് വാങ്ങിയത്. 2 പ്രൊഡക്ട്സ് കാണിക്കുന്നുണ്ടായിരുന്നു സെയിം തന്നെ. ഒരെണ്ണത്തിന് 500 സംതിങ്ങും ഒരെണ്ണത്തിന് 700 സംതിങ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു, രണ്ടും സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. റേറ്റിൽ എന്തോ വ്യത്യാസം ഉണ്ടെന്നല്ലാണ്ട് പ്രോഡക്റ്റ് സെയിം ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. അത് ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായില്ല കേട്ടോ ഈ ഒരു ഹോള്. പിന്നെ കുറേ കഴിഞ്ഞ് മൊത്തത്തിലൊന്ന് പരതി നോക്കിയപ്പോഴാണ് ഈ ഒരു ഓട്ട കണ്ണിൽ പെട്ടത്. അങ്ങനെ ഞാൻ അത് റിട്ടേൺ ചെയ്തു കേട്ടോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ വേറെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഞാൻ ആ സംഭവം റിട്ടേൺ ചെയ്തു. റിട്ടേണൊക്കെ ഈസി ആയിട്ട് റിട്ടേൺ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ആ ഒരു റീസൺ കൊടുത്തിട്ട്, ഇപ്പോൾ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ ആ ഡാമേജിൻ്റെ ഫോട്ടോ അവർക്ക് ആക്കി കഴിഞ്ഞാൽ അവർ റിട്ടേൺ ആക്സെപ്റ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ അത് കൊണ്ടുപോയി പെട്ടെന്ന് റീഫണ്ട് കിട്ടിയിട്ടോ, ഒന്നും പേടിക്കാനില്ല. ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ല കേട്ടോ, മിന്ത്രയിലൊന്നും അങ്ങനെ സംഭവിക്കാത്തതാണ്. പക്ഷേ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് കിട്ടിയത് എന്തായാലും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് ഈ ഒരു മിന്ത്ര ഹോളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മിന്ത്രയിൽ നല്ല സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. 26-നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എല്ലാ ആപ്പിലും കേട്ടോ, മിന്ത്രയിൽ മാത്രമല്ല, ഫ്ലിപ്കാർട്ടിലായാലും മീഷോയിലായാലും എല്ലാത്തിലും നല്ല ഗംഭീര സെയിലുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.